ഹായ് ഗായ്സ്, ദിസ് ഇസ് സൈത. ഇതെൻ്റെ ഉമ്മാൻ്റെ ചാനലാണ്. ഉമ്മയും കഥകളും എന്നാണ് ചാനലിൻ്റെ പേര്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഉമ്മ ഒരുപാട് കഥകൾ പറയും, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കാം. ഈ പാറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ പാറ ഞങ്ങൾ ചെറുപ്പം മുതലേ ഇതിൻ്റെ മുകളിൽ കളിക്കും. അതിൻ്റെ മുകളിൽ കുളങ്ങളുണ്ട്, ആ കുളത്തിൽ കുളിക്കാറുണ്ട്. ആമ്പൽ വറക്കാറുണ്ട്. പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ കളിക്കാൻ വരും. പിന്നെ ഇത് ഐതിഹ്യമായിട്ട് പറയുന്നത് ഈ പാറ ഇതിൻ്റെ നേരെ മുൻവശത്ത് ഒരു മലയുണ്ട്. ആ മലയിൽ നിന്ന് നാറാണത്ത് ഭ്രാന്തൻ ഉരുട്ടിയിട്ടത് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത് അതാണ് ഈ പാറനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഉരുട്ടിയ പാറ ആ മലയുടെ മുകളിൽ, അതായത് നല്ലൂര് മല എന്ന് പറയും, ആ മലയുടെ മുകളിൽ ഉരുട്ടിയുടെ പാറയാണ് ഈ പാറ. അത് ഇത്രയും വലുതാ? ഇനിയുണ്ടല്ലോ ഇഷ്ടം വളർന്നു വന്നതാണെന്ന് ഐതിഹ്യത്തിൽ ഒരു പറയാം. പാറിന്റെ മുകളിൽ അമ്പലമൊക്കെ ഉണ്ടല്ലോ. അമ്പലം അന്നുണ്ടായിരുന്നത് ഓടിട്ട ചെറിയ കല്ലുകളൊക്കെ അടക്കിയിട്ടുള്ള ചെറിയ ഒരു അമ്പലമായിരുന്നു. അതിന് ശേഷം അമ്പലങ്ങൾ ചെറുതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥാപിച്ചു. പിന്നെ മലകയറ്റം നാന്തി, ആ മലയിലേക്ക് ഒന്നാന്തി, ഏതാണ് ആ ഒന്നാന്തി മലകയറ്റം നാന്തി? തുലാമാസം 1 അങ്ങനെയാ തോന്നുന്നു. തുലാം 1 തോന്നുന്നു ഇവിടെ മലകയറ്റം ഉണ്ടാകണം. അപ്പം ആ മല കയറ്റം അവിടുന്ന് കയറി ഇറങ്ങുന്നവർ ഇവിടെയും വന്നിട്ട് പ്രാർത്ഥിച്ച് കുളത്തിലെ വെള്ളം കൊണ്ടുപോകും. മരത്തിലെ കാഞ്ഞിര മരം ഉണ്ട്. അതിൽ പറയുന്നത് നാറാണത്ത് ഭ്രാന്തനെ കെട്ടിയൊരു, ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ അതിന്മേൽ ചങ്ങല കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഉമ്മ പറഞ്ഞ പോലെ തന്നെ നാറാണത്ത് ഭ്രാന്തനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്, ചങ്ങല വെച്ചിട്ട്. അതവിടെ കാണാം, അതുണ്ട്. ഞാൻ ആ വീഡിയോ എടുത്തോന്ന് എനിക്ക് ഡൗട്ടാണ്, എങ്കിലും ഞാൻ ആ ഭാഗങ്ങളൊക്കെ കാണിക്കാം. പിന്നെ ഉമ്മ അറിയുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു, അവരായിട്ട് വർത്തമാനം പറഞ്ഞു നിന്നു. അവരെ സംസാരമൊന്നും ഇപ്പോഴൊന്നും കഴിയുമെന്ന് തോന്നണില്ല. അപ്പം ഞാൻ അങ്ങോട്ട് മാറി കുറച്ച് വീഡിയോസ് എടുത്തു. ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. അതായത് പട്ടാമ്പി വളാഞ്ചേരി ഇൻ ബിറ്റ്വീനാണ് വരുന്നത്. പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ്. മലപ്പുറം ജില്ലയാണ് ഇവർക്ക് കുറച്ചുകൂടെ എളുപ്പം. കൈപ്പുറം എന്ന സ്ഥലത്താണ്, ബട്ട് ഇത് ബോർഡറാണ്. പാലമരം തോന്നുന്നു, എനിക്കറിയില്ല. ഇതിനാണ് പാലമരം എന്ന് പറയുന്ന വൈറ്റ് കളറുള്ളൊരു ഫ്ലവർ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ഫ്ലവർ. ഇതിനകത്ത് യെല്ലോ ഒരു ഷെയ്ഡുണ്ട്. ദെൻ സെൻറ്ററിലൊരു ഓറഞ്ച് കളറുണ്ട്, ഒരു ഡോട്ട് പോലെ. നല്ല ഭംഗിയായത് കാണാൻ. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ചെവിൻ്റെ സൈഡിൽ മുടിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ കിട്ടി. പിന്നെ ഞാൻ കുറേ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം ചുറ്റുമെന്ന് വിചാരിച്ച് അമ്പലത്തിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ സൺസെറ്റായിട്ടോ, ആ സമയത്ത് ഇവിടെ ഒരു പ്രത്യേക ലൈറ്റനിങ് ഉണ്ടാവുമല്ലോ, ഒരു ഓറഞ്ച് കളർ ലൈറ്റനിങ് ആയിരിക്കും. അതിൽ നമ്മൾ സെൽഫിയൊക്കെ എടുത്ത് നല്ല ഭംഗിയാണ് നമ്മളെ കാണാനും. ലൈറ്റിൻ്റെയാണ്. പിന്നെ ഈ കാണുന്ന മലകൾ മുകളിൽ കാണാം, ആ സൈഡ് ഇങ്ങനെ ഒറ്റത്തായിട്ടാണ് കാണുന്നത്. അപ്പം അതിൽ നിന്നാണ് ഈ പാറ ഉരുട്ടി താഴെ ഇട്ടേ, അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പാറ ഫോം ചെയ്തേ എന്നാണ് പറയുന്നത്. അതാണ് കഥ, അതാണ് ഐതിഹ്യം. അത് നമ്മൾ വിശ്വസിച്ച് വരുന്നു, അതേ നമുക്കറിയുള്ളൂ. കൂടുതലൊന്നും എനിക്കറിയില്ല. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നാണ്, എങ്കിലും എനിക്കറിയുന്നത് ഇത് മാത്രം ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ആളുകൾ പാറിൻ്റെ മുകളിലൊക്കെ ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ, അപ്പം അങ്ങനെയൊക്കെ ആളുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ രസമാണ്. ഇനി എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വീഡിയോ നമുക്ക് നാളെ ചെയ്യാം. ഇതിൻ്റെ ബാക്കി നാളെ കാണാം.